ക്വാറി മാഫിയക്കെതിരെ ശക്തമായ നടപടിയെടുത്തതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിലുണ്ടായ ചേരിതിരിവാണ് കോൺഗ്രസുകാരിയായ ലിസ നിസാമിന്റെ പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിച്ചത്. പള്ളിക്കൽ പഞ്ചായത്തിലെ 13 വാർഡുകളിൽ 8 നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. പ്രസിഡന്റ് കരിങ്കൽ ക്വാറികൾക്കെതിരെ നിലപാടെടുത്തതോടെ പാർട്ടിയിലെ ചില അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ തിരിഞ്ഞു. ലിസ നിസാമിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായതോടെ ബി.ജെ.പി. പിന്തുണയോടെ വിമത കോൺഗ്രസ് അംഗം അംബികാകുമാരി പ്രസിഡന്റായി. ഇവർ ചുമതലയേറ്റയുടൻ പ്രസിഡന്റിന്റെ മുറി കഴുകി പുണ്യാഹം തളിച്ചുവെന്നാണ് ആരോപണം. ഞാനൊരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് ആ റൂമിൽ പ്രവേശിക്കണമെങ്കിൽ ശുദ്ധികലശം ചെയ്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഓഫീസിൽ ഒരിക്കലും ഒരു മത സൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ ഏതൊരു മതത്തിന്റെയോ ഭാഷയുടെയോ ഒരു പ്രവർത്തനവും നമ്മൾ അവിടെ കാണിക്കാൻ പാടില്ല. അത് മതസൗഹാർദ്ദത തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്. ഇതിനെതിരെ ലിസ നിസാം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പള്ളിക്കൽ പോലീസ് അംബികാകുമാരിക്കെതിരെ ക്രിമിനൽ കേസെടുത്തു. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പുണ്യാഹം തളിച്ചതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് CPM-ഉം രംഗത്തുണ്ട്. മതസൗഹാർദ്ദം, മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന പള്ളിക്കൽ എന്ന നാടിന് ഏറെ അപമാനകരമാണ് ഈ സംഭവം മൂലം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. എന്നാൽ മുൻ പ്രസിഡന്റിന്റെ മുറി കഴുകി വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അംബികാകുമാരിയുടെ വാദം. PL കിരൺ, മീഡിയ 1, കൊല്ലം.